ബഹ്റൈനിലും കുവൈത്തിലുമുള്ള US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണവുമായി ഇറാൻ. US ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പ്രകോപനപരമായി ആക്രമണം. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി കുവൈത്ത് അറിയിച്ചു. നിലവിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുതാപരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുകയാണ്. സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണങ്ങളെ തടയുന്നതിന്റെ ഫലമായിട്ടാണ്. ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് കുവൈത്ത് സൈനിക ജനറൽ സ്റ്റാഫ് പ്രസ്താവനയിൽ അറിയിച്ചു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. പൗരന്മാരോടും താമസക്കാരോടും ശാന്തരായിരിക്കാനും ഏറ്റവും അടുത്ത സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ജാഗ്രത പുലർത്താനും പൊതുജനങ്ങളോട് മന്ത്രാലയം ഉപദേശിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനെതിരെ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. 80ലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായ ബോംബാക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. കടലിടുക്കിൽ സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലകൾ, തീരദേശ റഡാർ സൈറ്റുകൾ, മിസൈൽ ശേഷി കൂടാതെ ഇറാനിയൻ സൈന്യത്തിന്റെ 60ഓളം ചെറിയ ബോട്ടുകൾ എന്നിവയെ ലക്ഷ്യമിട്ടെന്നും US സേന അറിയിച്ചു. ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാന് മേലുള്ള എണ്ണ ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചുള്ള ഇളവ് അമേരിക്കൻ ട്രഷറി റദ്ദാക്കിയിരുന്നു. ഉപരോധം പുനഃസ്ഥാപിച്ച നടപടിയും ആക്രമണങ്ങളും കഴിഞ്ഞ മാസം ഒപ്പുവെച്ച അമേരിക്ക ഇറാൻ മെമ്മോറാണ്ടത്തിന്റെ ലംഘനമാണെന്നും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്ക ഭീഷണികൾ തുടരുന്ന സാഹചര്യത്തിൽ അന്തിമ കരാറിനായുള്ള ഈ നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. കഴിഞ്ഞ മാസം അമേരിക്കയുമായി ഒപ്പിട്ട ധാരണാപത്രത്തിലെ 13ാം ഖണ്ഡിക ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. സൈനിക നീക്കം ഉണ്ടാകുമെന്ന US പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളെ തുടർന്നാണ് സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച കരാറിൽ ജൂൺ 18-നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശാശ്വത സമാധാനം ലക്ഷ്യമിട്ട് 60 ദിവസത്തെ പരോക്ഷ ചർച്ചകൾക്ക് തുടക്കമിടാനായിരുന്നു 14 പോയിന്റുകളുള്ള ഈ ഉടമ്പടി വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ നിലവിലെ സൈനിക വാഗ്വാദങ്ങൾ ഈ പ്രാഥമിക ചർച്ചയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. സ്വന്തം ഒപ്പിനെ അമേരിക്ക ബഹുമാനിക്കുമെന്നും ആയുധമേന്തിയുള്ള ഇടപെടലുകളുടെ ഭീഷണി പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ ഔദ്യോഗിക ചർച്ചകൾ നടക്കൂന്നുമായിരുന്നു അരാക്ചിയുടെ വാക്കുകൾ. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒന്നുകിൽ നമ്മൾ ഒരു കരാറിലെത്തും, അല്ലെങ്കിൽ ജോലി തീർക്കും. 91 ദശലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് കരാറിന് താൻ താൽപര്യപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തില്ലെന്ന് ഉറപ്പാക്കുക തന്നെ ചെയ്യുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇതിനു പുറമെ തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന ഏത് ഇറാനിയൻ നേതാവിനെയും തങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രസ്താവിച്ചു. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. നേരത്തെ ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ സോൾഖാദറും ട്രംപിനെ വിമർശിച്ചിരുന്നു. ഇറാനിയൻ ജനതയോട് ആദരവോടെയും മര്യാദയോടെയും സംസാരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പഠിക്കണമെന്നും അല്ലാത്തപക്ഷം മറ്റൊരു ഭാഷയിലായിരിക്കും തങ്ങൾ മറുപടി നൽകുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിദേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും തങ്ങളുടെ ദേശീയ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ സാംസ്കാരിക മന്ത്രി സയ്യിദ് അബ്ബാസ് സലേഹിയുടെ ട്രംപിന്റെ പ്രസ്താവനകൾക്കുമെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ മുൻകാല പരാജയങ്ങളിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വിട നൽകാനായി തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ ദശലക്ഷക്കണക്കിന് ഇറാനിയൻ ജനങ്ങളുടെ ഐക്യത്തിൽ നിന്നും പാഠം പഠിക്കാൻ ട്രംപ് തയ്യാറാകണമെന്നായിരുന്നു സലേഹിയുടെ പ്രസ്താവന. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ആവശ്യമെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ആക്രമണങ്ങൾ നടത്തി തകർക്കുമെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഗാസയിൽ ഭരണം ഒഴിയുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ സാങ്കേതിക സമിതി അധികാരം കൈമാറാൻ നടപടി തുടങ്ങിയെന്ന വാർത്തകളും ഇതിനിടയിൽ പുറത്തുവന്നു. ഈജിപ്തുമായുള്ള അതിർത്തിയായ റഫ ക്രോസിംഗ് പൂർണ്ണമായും തുറക്കുന്നതോടെ സമിതി ഔദ്യോഗികമായി ഗാസയിൽ പ്രവേശിച്ച് ഭരണം ഏറ്റെടുക്കും. നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ രാഷ്ട്രീയ പാർട്ടികളുമായി നേരിട്ട് ബന്ധമില്ലാത്ത സ്വതന്ത്രരായ പ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്നതാണ്. മുൻ പലസ്തീൻ അതോറിറ്റി ഡെപ്യൂട്ടി മന്ത്രിയും എഞ്ചിനീയറുമായ അലി ഷാത്ത് അധ്യക്ഷനായ 15-അംഗ സമിതിയുടെ പ്രധാന ചുമതല ഗാസയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം സാധാരണ നിലയിലാക്കുക എന്നതാണ്. US, ഈജിപ്ത്, ഖത്തർ, UAE, തുർക്കിയ, ഇസ്രയേൽ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ബോർഡിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.